2011 IPL ലേലം. ഇതുവരെ കപ്പില്ലാത്ത മുംബൈ ഇന്ത്യൻസ് എന്ന ഫ്രാഞ്ചൈസി ഇത്തവണ വലയിലാക്കിയത് ഒരു മുംബൈക്കാരനെ തന്നെ, അതും 2 കോടി രൂപ മുടക്കി. ലോകം പറഞ്ഞു അത്ഭുതം. ഇന്ത്യൻ ടീമിൽ വലിയ സ്ഥാനമില്ല, വലിയ റെക്കോർഡുകളില്ല. അവിടെ 2 കോടി മുടക്കിയതിനു പിന്നാലെ പരിഹാസം പോലെ മറ്റു ടീമുകൾ പരസ്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അയാൾക്ക് വേണ്ടി ഞങ്ങൾ ബിഡ് ചെയ്യുകയില്ല എന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ട്വിറ്റർ പോസ്റ്റ്. ഇയാൾക്ക് പകരം സൗരവ് തിവാരിയെ ഞങ്ങൾ ടീമിലെത്തിക്കുമെന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. മുംബൈയുടേത് മോശം തീരുമാനമായി പോയെന്ന് കൊൽക്കത്ത. അയാളന്ന് ഒറ്റയ്ക്കായിരുന്നു. ലോകം മുഴുവൻ പറഞ്ഞു 1-2 സീസൺ കഴിഞ്ഞാൽ ഇവർ തന്നെ ഇയാളെ റിലീസ് ചെയ്യും. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 5 വർഷം കിരീടമില്ലാതിരുന്ന മുംബൈയുടെ നായക സ്ഥാനത്തേക്ക് ഇതിഹാസമായ റിക്കി പോണ്ടിംഗ് എത്തിയിട്ടും രക്ഷയുണ്ടായില്ല. ആദ്യ 6-ൽ 3 തോറ്റുകൊണ്ട് അദ്ദേഹവും കൈയൊഴിഞ്ഞു. സച്ചിൻ എന്ന ക്രിക്കറ്റ് ദൈവത്തിന്റെ കരിയറിൽ IPL കപ്പ് കിട്ടാക്കാനിയാകുമെന്ന് ആരാധകർ പോലും വിശ്വസിച്ചു. അവിടെ മുംബൈ നായകനായ 25-കാരൻ ചെക്കനെ കൊണ്ടു നിർത്തി. വിമർശനങ്ങൾ മാത്രം മുതൽക്കൂട്ടായിട്ടുള്ളവൻ. പിന്നീട് നടന്നത് ചരിത്രമാണ്. അതിനുശേഷമുള്ള 8 വർഷങ്ങൾ. അതുവരെ കപ്പ് നേടാത്ത മുംബൈ എന്ന ടീമിന്റെ ഷെൽഫിൽ ഇന്നുള്ളത് 5 IPL കിരീടങ്ങൾ, 8 സീസണുകൾ, 5 കിരീടം, എണ്ണിയാലൊടുങ്ങാത്ത റെക്കോർഡുകൾ, ഒരേ ഒരു നായകൻ. അതെ, അന്ന് മറ്റ് ഫ്രാഞ്ചൈസികൾ അയാളുടെ പേരും പറഞ്ഞ് മുംബൈയെ ട്രോളിയപ്പോൾ ഇന്ന് ആ ഒറ്റയാളുടെ പേര് കേൾക്കുമ്പോൾ വിറയ്ക്കുന്നു. ഹൈദരാബാദിൽ ജനിച്ച് മുംബൈയുടെ ദത്തുപുത്രനായി വളർന്ന ആ മനുഷ്യന്റെ പേരാണ് രോഹിത് ശർമ്മ. ടൺ കണക്കിന് സിക്സറുകൾ അടിച്ചുകൂട്ടുന്നവൻ, ഏകദിനത്തിലെ വലിയ ഇന്നിംഗ്സുകളുടെ ഉടമ. അക്കമിട്ട് തുടങ്ങിയാൽ സമയം അങ്ങ് പോകും. അദ്ദേഹത്തിന്റെ കളി കാണുമ്പോൾ ഞാൻ എന്തെന്നില്ലാതെ ആസ്വദിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞ കോഹ്ലിയുടെ വാക്കുകൾ മാത്രം മതി ആരാണ് അയാളെന്ന് മനസ്സിലാക്കിയെടുക്കാൻ. പണ്ടെല്ലാം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്കെതിരെ സിഡ്നിയിലെയും മെൽബണിലെയും എല്ലാം ശവപ്പറമ്പുകളിൽ ബൗൺസർ എല്ലാവരുടെയും ആയുധമായിരുന്നു. എന്നാൽ ഇന്നവർ അതിനു മുതിരാൻ ഒരിക്കൽ കൂടി ആലോചിക്കണം. എതിർവശത്ത് ഒരുത്തൻ പന്ത് പിച്ചിന്റെ നടുവിൽ കൊള്ളുന്നതും കാത്തു നിൽപ്പുണ്ട്. പിച്ചിൽ കുത്തിയുയർന്നു വരുന്ന വേഗതയേറിയ പന്തിനെ അയാൾ പേടിക്കില്ല. ഫ്രണ്ട് ഫൂട്ടിൽ നിന്നുകൊണ്ട് അയാൾ അതിനെ നിലം തൊടിക്കാതെ ഗാലറിയിൽ എത്തിക്കും. അതെ, എങ്ങനെ പുൾ ഷോട്ട് കളിക്കണമെന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് കാണിച്ചു കൊടുത്ത കരുത്തിന്റെ പര്യായം. വി കോൾ ഹിം ഹിറ്റ്മാൻ. എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഈ പേര് നൽകാമോ എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. പേരിന്റെ പകിട്ടിനൊത്ത പ്രകടനങ്ങൾ അങ്ങനെ കാണാറില്ല. പലപ്പോഴും ശരാശരിയിൽ നിൽക്കുന്ന പ്രകടനം. അത് കേട്ട് സന്തോഷിക്കുന്ന എതിരാളികളോട് ഒന്നുകൂടി, IPL നിങ്ങൾ ഭയക്കേണ്ടത് ഹിറ്റ്മാൻ എന്ന ക്രൂയൽ പിഞ്ച് ഹിറ്ററെയല്ല, രോഹിത് ശർമ്മ എന്ന കണിശതയുള്ള നായകനെയാണ്. രോഹിത് എന്ന ബാറ്റ്സ്മാന് IPL പരിധികൾ ഉണ്ടായേക്കാം, എന്നാൽ ആ നായക വേഷത്തിന് അതില്ല. നായകനായി അരങ്ങേറിയിട്ട് 8 വർഷങ്ങൾ മാത്രം. അതിനിടെ നേടിയെടുത്തത് 6 കിരീടങ്ങൾ. ഇതിലധികം സീസണുകൾ നായകനായ പല ഇതിഹാസ നായകന്മാർക്ക് പോലും കിട്ടാക്കനിയായ റെക്കോർഡ്. ഓടി നടന്ന് ലീഗുകൾ കളിച്ച് പൊള്ളാടിനും ബ്രാവോക്കുമെല്ലാം ഉള്ളത് 15 T20 കപ്പുകൾ. എന്നാൽ വെറും IPL-ഉം അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചുകൊണ്ട് ഇദ്ദേഹം നേടിയെടുത്തത് 10 T20 കിരീടങ്ങൾ. അതിൽ 7ഉം നായകനായി. ഇയാളുടെ നായകത്വത്തെ പറ്റി ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊന്ന് നോക്കിയാൽ മതി. കിരീടങ്ങളുടെ കണക്ക് പറയുമ്പോഴും അതിലൊന്നും പെടാത്ത കുറച്ചു കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ക്വാളിഫയറിൽ ഡൽഹിക്കെതിരായ മത്സരത്തിൽ മോശം പ്രകടനം പുറത്തെടുത്ത രാഹുൽ ചഹാർ തീർത്തും നിരാശനായിരുന്നു. എന്നാൽ മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് ടീമിനെ നയിക്കാൻ രോഹിത് ആ താരത്തോട് ആവശ്യപ്പെട്ടു. അതെ, ഇതായിരിക്കണം ഒരു നായകൻ. പ്ലാനുകൾ സെറ്റ് ചെയ്യുന്നതിനും അത് നടപ്പാക്കുന്നതിനുമപ്പുറം തന്റെ താരങ്ങൾ ഒരിക്കലും തളരരുതെന്ന നായകന്റെ അടിയുറച്ച ബോധം. ടീം അംഗങ്ങൾ അബദ്ധം ചെയ്താലോ ബോളർമാർ ഒരുപാട് അടി വാങ്ങിയാലോ അങ്ങോട്ട് ചെന്ന് ചൂടാകുന്ന രോഹിത്തിനെ നിങ്ങൾ കണ്ടേക്കില്ല. താരങ്ങളിൽ അമിത സമ്മർദ്ദം ചെലുത്തിയാൽ ഫലമുണ്ടാകില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. തോൽവിയോ വിജയമോ എന്തോ ആകട്ടെ, നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് തന്റെ ഒപ്പമുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന അയാളെ അക്ഷരം തെറ്റാതെ തന്നെ വിളിക്കാം ദ ക്യാപ്റ്റൻ. മത്സരങ്ങൾക്കിടയിൽ കമന്റേറ്റർമാർ പറഞ്ഞിട്ടുണ്ട് രോഹിത് നായകനായി നിൽപ്പുണ്ടെങ്കിൽ ഫീൽഡിലുള്ളത് 100ഓളം പേരുടെ കരുത്താണെന്ന്. കൂടാതെ ക്യാപ്റ്റൻസിക്ക് മാൻ ഓഫ് ദി മാച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അതിൽ റെക്കോർഡുകൾ ഇടുമെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. അതെ, നായകൻ എന്ന നിലയിൽ അയാൾ എന്നും വിജയം തന്നെയാണ്. എതിരാളികൾക്കുമേൽ ആക്രോശിച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന നായകനല്ല, നിശബ്ദനായി നിന്നുകൊണ്ട് എതിരാളികളിൽ ഭയപ്പാടുണ്ടാക്കുന്ന ദ സൈലന്റ് കില്ലർ. രോഹിത് ഒറ്റയ്ക്കല്ലല്ലോ കപ്പെടുത്തുകൊണ്ടുവന്നതെന്ന ചോദ്യങ്ങൾ ഒരുപാട് കേൾക്കാം. ഒറ്റയ്ക്കല്ല, നല്ല ടീമുണ്ട്. എന്നാൽ ഇതുപോലെയായിരുന്നില്ല കഴിഞ്ഞ സീസണുകളിൽ. 2013, 15, 17 വർഷങ്ങളിൽ മറ്റു പല ടീമിന്റെ ലൈനപ്പുകളേക്കാൾ മോശമായിരുന്നു മുംബൈയുടേത്. എന്നിട്ടും വിജയം കൈപ്പടിയിൽ തന്നെയായിരുന്നു. നല്ല ടീമുണ്ടായിട്ട് മാത്രം കാര്യമുണ്ടാകുന്നില്ല, അവരെ എങ്ങനെ ഒരുമിപ്പിച്ചു നിർത്തുന്നു എന്നതും പ്രധാനമാണ്. രോഹിത് എന്ന നായകൻ മുന്നിൽ നിൽക്കുമ്പോൾ മുംബൈ ആരാധകർക്കെല്ലാം ഒരു പ്രതീക്ഷയാണ്. എത്ര മത്സരം തോറ്റു നിൽക്കുകയാണെങ്കിലും അവസാന നിമിഷത്തിൽ തിരിച്ചു വരുമെന്ന വിശ്വാസം. എത്ര ചെറിയ ടോട്ടലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം. ഓരോ മുംബൈ ആരാധകനും ഇങ്ങനെ പറയാം, 2020 സീസൺ അവസാനിച്ചു, പതിവ് പോലെ ഞങ്ങൾക്ക് ഓറഞ്ച് ക്യാപ്പില്ല.
പർപ്പിൾ ക്യാപ്പ് ഇല്ല, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഇല്ല, പക്ഷെ ഒന്നുണ്ട്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് 13-ാം പതിപ്പിന്റെ സ്വർണ്ണ കിരീടം. അതിനു മുകളിൽ പറക്കുന്ന നീലക്കൊടികൾക്കുള്ളിൽ ഞങ്ങളുടെ വിശ്വാസമായി, അഹങ്കാരമായി ആ പേരും, രോഹിത് ഗുരുനാഥ് ശർമ്മ.